യുവർ ഓണർ, എൻ്റെ കക്ഷിയായ ചെമ്പകം ദുരൈരാജന് എതിരെ നടന്നിരിക്കുന്ന ഘോര അന്യായത്തിനെതിരെയാണ് ഞാനിവിടെ ഹാജരായിരിക്കുന്നത്. അതിനെതിരെ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് യുവർ ഓണർ, സൂചിപ്പിക്കാനുണ്ട്. എൻ്റെ കക്ഷിയായ ചെമ്പകം ദുരൈരാജൻ കൊട്ടക്കണക്കിന് മാർക്കോട് കൂടി എൻട്രൻസ് പാസ്സായിട്ടും കൂടെ എൻ്റെ കക്ഷിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് യുവർ ഓണർ. ഗവൺമെൻറ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി പ്രകാരം ഓരോരോ കാസ്റ്റിന് വേണ്ടിയും ഓരോരോ കോട്ട ഏർപ്പെടുത്തുന്നത് വഴി എൻ്റെ കക്ഷിയുടെ അവകാശത്തെ, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് യുവർ ഓണർ. ഇവിടെ ആർട്ടിക്കിൾ 15 സബ് ക്ലാസ് 1 നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ 15 സബ് ക്ലാസ് 1 പ്രകാരം കാസ്റ്റ് ബേസിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല എന്നുണ്ട്. എന്നാൽ എൻ്റെ കക്ഷിയുടെ കാസ്റ്റ് ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമായിട്ട് ഒരു ഡിസ്ക്രിമിനേഷൻ സംഭവിച്ചിരിക്കുകയാണ് യുവർ ഓണർ. എൻ്റെ കക്ഷി നല്ല രീതിയിലുള്ളൊരു റാങ്ക് വാങ്ങിച്ചിട്ടും കൂടി മെഡിക്കൽ സീറ്റിൽ എത്തിപ്പെടാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം ഗവൺമെൻറ് നടപ്പിലാക്കിയ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി പ്രകാരമുള്ള ഗവൺമെൻറ് ഓർഡർ വഴി പല കാസ്റ്റിനും പല രീതിയിലുള്ള കോട്ടയും പുറപ്പെടുവിപ്പിച്ചത് വഴി, ഇഷ്യൂ ചെയ്തത് വഴി പലർക്കും എൻ്റെ കക്ഷിയേക്കാൾ റാങ്ക് കുറഞ്ഞ കുറേ കുട്ടികൾ മെഡിക്കൽ സീറ്റിന് അർഹരായിട്ടുണ്ട്. അത് ആർട്ടിക്കിൾ 15 സബ് ക്ലാസ് 1 നഗ്നമായ ലംഘനമാണ്. മാത്രവുമല്ല, ആർട്ടിക്കിൾ 29 സബ് ക്ലാസ് 2 പ്രകാരം ഒരിക്കലും ഇത് അംഗീകരിച്ച് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെയും നഗ്നമായ ലംഘനമാണ്. ആർട്ടിക്കിൾ 29 സബ് ക്ലാസ് 2 നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ 29 സബ് ക്ലാസ് 2 പ്രകാരം ഗവൺമെൻറ് റൺ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കാസ്റ്റ് ബേസ്ഡുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുണ്ട്. എന്നാൽ അതിനെതിരായിട്ടുള്ളൊരു നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. മാത്രവുമല്ല, ആർട്ടിക്കിൾ 14 പ്രകാരം 14 പ്രകാരം ആൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ, ഇക്വാലിറ്റി ബിഫോർ ദ ലോ, അതിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസീസിൻ്റെ ഗവൺമെൻറ് ഓർഡർ പ്രകാരം ഓരോ കോട്ടകളും ഓരോ കാസ്റ്റിനും ഓരോ കോട്ട ഇവിടെ നടപ്പാക്കുന്നത് വഴി കുട്ടികൾക്കിടയിൽ ഒരു ഇൻഇക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആയതിനാൽ മെറിറ്റ് വൈസിട്ടുള്ള അഡ്മിഷൻ മാത്രമേ ഇവിടെ നടപ്പിലാകാൻ പാടുള്ളൂ എന്ന് ഞാൻ കോടതിയോട് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സംരക്ഷണം അത് നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു യുവർ ഓണർ. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനായിട്ടുണ്ട്. ഇതൊരിക്കലും ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ നഗ്നമായ ലംഘനം ആണെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. കാലാകാലങ്ങളായിട്ട് അഗസ്ത്യ വിഭാഗത്തിൽപ്പെട്ട SC/ST പോലുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ്, ഇവയൊക്കെ തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൽ അവരുടെ പ്രതിനിധികൾ എത്തിച്ചേരാൻ വേണ്ടി മദ്രാസ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള ഗവൺമെൻറ് ഓർഡറാണിത്. ഈ ഓർഡർ പ്രകാരം ഓരോരോ SC/ST കോട്ട പ്രകാരം അതാത് വിഭാഗത്തിലുള്ള ആളുകൾക്ക് നല്ലൊരു സ്ഥാനത്തിലോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ നഗ്നമായ ലംഘനമായി കണക്കാക്കപ്പെടുന്നത്? മാത്രവുമല്ല, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആർട്ടിക്കിൾ 46 പ്രകാരം മദ്രാസ് സ്റ്റേറ്റ് ഗവൺമെൻറ് നടപ്പിലാക്കിയിരിക്കുന്ന ഈ ഒരു കാര്യം SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും മറ്റും അഗസ്ത്യ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും ഉള്ള കോട്ടകൾ വഴി എത്തിച്ചേരാനായിട്ടുള്ളൊരു സാധ്യതകൾ മാത്രമാണ്. മാത്രവുമല്ല, ഇത് ഒരു നാഴികക്കല്ലായ ഒരു തീരുമാനം മാത്രമാണ്. ഇത് വെച്ച് ഒരുപാട് ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന തരത്തിൽ വന്നു ചേരാൻ കൂടെ ഇടയുണ്ടാകുന്ന തരത്തിൽ ഒരു നീതിപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആയതിനാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ തന്നെ നിർദാക്ഷിണ്യം തള്ളിക്കളയണമെന്ന് ഞാൻ വിനീതമായി ആവശ്യപ്പെടുകയാണ്. ഓഫ് മദ്രാസ് വേഴ്സസ് ചെമ്പക ദുരൈരാജൻ ഒരു ലാൻഡ്മാർക്ക് കേസാണ്. ചെമ്പക ദുരൈരാജൻ എന്ന ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി മെഡിക്കൽ എൻട്രൻസ് എഴുതുകയും നല്ല ഒരു റാങ്ക് വാങ്ങുകയും ചെയ്തു. എന്നാൽ ആ ഒരു സമയത്തിൽ സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്നാണ് അറിയപ്പെടുന്നത്. 1951 ആ ഒരു കാലഘട്ടത്തിലൊക്കെ സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് അറിയപ്പെടുന്നത് ഒരു ഗവൺമെൻറ് ഓർഡർ പാസ്സാക്കി. അതായത് SC/ST അതുപോലുള്ള വീക്കർ സെഷനിലുള്ള കുട്ടികൾക്ക് റിസർവേഷൻ കോട്ട അലോട്ട് ചെയ്തുകൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറായ മെഡിക്കൽ ഫീൽഡ്, എഞ്ചിനീയറിംഗ് അതുപോലുള്ള സെക്ടറിലൊക്കെ SC/ST അതുപോലുള്ള വീക്കർ സെക്ഷനിലുള്ള കുട്ടികൾക്ക് സീറ്റ് അലോട്ട് ചെയ്തുകൊണ്ട് ഒരു ഗവൺമെൻറ് ഓർഡർ പാസ്സാക്കി. അത് പ്രകാരം SC/ST ലോവർ റാങ്കിൽപ്പെട്ട SC/ST കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുകയും ഹയർ റാങ്കുള്ള ചെമ്പക ദുരൈരാജൻ എന്ന ആ ഒരു പെൺകുട്ടിക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയും ചെയ്തു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആദ്യം മദ്രാസ് ഹൈക്കോർട്ടിൽ
കേസ് ഫയൽ ചെയ്യുകയും അനുകൂലമായൊരു വിധി സമ്പാദിക്കുകയും ചെയ്തു. ആയതിനാൽ സ്റ്റേറ്റ് ഓഫ് മദ്രാസ് നേരെ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോവുകയും അങ്ങനെ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വിധിയാണ് ഇനി അടുത്ത് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നേരത്തെ നമ്മൾ കണ്ട വാദഗതികൾ ശ്രദ്ധയോടെ ചെമ്പക ദുരൈരാജൻ്റെ വക്കീലും സ്റ്റേറ്റ് ഓഫ് മദ്രാസിൻ്റെ വക്കീലും ഉന്നയിച്ച വാദഗതികളാണ്. അതിലെ സുപ്രധാനമായിട്ടുള്ള ചില പോയിന്റ്സ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15 സബ് ക്ലാസ് 1, അതായത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയ 15 സബ് ക്ലാസ് 1 ആരെയും കാസ്റ്റ് ബേസോ റിലീജിയസ് ബേസോ യാതൊന്നും തരത്തിലുള്ള, അതായത് സെക്സോ പ്ലേസ് ഓഫ് ബർത്തോ ഇവ പ്രകാരം ഒരു തരത്തിലുള്ള വേർതിരിവും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ വയലേഷനാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചെമ്പക ദുരൈരാജൻ്റെ വക്കീൽ ഉന്നയിച്ച ഒരു കാര്യമാണ്. മാത്രവുമല്ല ആർട്ടിക്കിൾ 14, അതായത് ആൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ, അതിൻ്റെയും നഗ്നമായ ലംഘനമാണ്. മാത്രവുമല്ല ആർട്ടിക്കിൾ 29 സബ് ക്ലാസ് 2 ഇതിൻ്റെയും നഗ്നമായ ലംഘനമാണെന്ന് ചെമ്പക ദുരൈരാജൻ്റെ വക്കീൽ കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റേറ്റ് ഓഫ് മദ്രാസിൻ്റെ വക്കീൽ വാദിച്ച കുറച്ച് കാര്യങ്ങളാണ്. കാലാകാലങ്ങളായിട്ട് ഉള്ള ഇൻജസ്റ്റിസ്, അതായത് ഒരു സോഷ്യൽ ഇൻജസ്റ്റിസ് ആണ് ഈ SC/ST അതുപോലുള്ള വീക്കർ സെക്ഷനിലുള്ള ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ആയതിനാൽ ഇവരുടെ പ്രതിനിധികൾ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരാൻ വേണ്ടിയിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി പ്രകാരമാണ് മേൽപ്പറഞ്ഞ SC/ST റിസർവേഷൻ കോട്ടകൾ മദ്രാസ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊണ്ടുവന്നത്. ആയതിനാൽ അതൊരിക്കലും ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ ആവത്തില്ല എന്ന് വാദിച്ചു. എന്നാൽ സുപ്രീം കോടതി ഒരു സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചു. അതായത് ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ നഗ്നമായ ലംഘനമാണ്. മാത്രവുമല്ല ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയും ഫണ്ടമെൻ്റൽ റൈറ്റ്സും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അതായത് രണ്ട് കാര്യങ്ങൾ വരികയാണെങ്കിൽ എപ്പോഴും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നതെന്നും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിനെ ഓവർകം ചെയ്യുമെന്നും സുപ്രീം കോടതി വിധിച്ചു. ഈ ഒരു വിധി വളരെയധികം ചർച്ചകൾക്കിടയാവുകയും കോൺസ്റ്റിറ്റ്യൂഷനിലെ 15 സബ് ക്ലാസ് 4 എന്ന അമെൻമെൻറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ളൊരു അമെൻമെൻറ്റ് പാസ്സാക്കുകയും ചെയ്തു. അപ്രകാരം ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ, റിസർവേഷൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, SC/ST സ്റ്റുഡൻസിന് വീക്കർ സെക്ഷന് വേണ്ടിയിട്ടുള്ള റിസർവേഷൻ പ്രകാരമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. അത് പ്രകാരം ഇനി വേറൊരാൾക്കും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് കേസിന് പോകാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഓൾറെഡി ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊരിക്കലും ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ ആവത്തില്ല, ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ. അപ്പോൾ ഇതാണ് ഈ ഒരു സുപ്രധാനമായ ഒരു കേസും തുടർന്നുണ്ടായ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റും.